കേരള റെസ്റ്റോറന്റ് അസോസിയേഷൻ സംസ്ഥാന വ്യാപകമായിട്ട് പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെയും ഒപ്പം തന്നെ വാതകത്തിൻ്റെയും അന്യായമായ നിലവർത്തനം പ്രതിഷേധിച്ചുകൊണ്ട് നടത്തുന്ന സമരങ്ങളുടെ ഭാഗമായിട്ട് ഇന്ന് കാസർഗോഡ് നടത്തിയ പ്രതിഷേധ ധർണയും അതിനോടനുബന്ധിച്ചാണ് നമ്മൾ പത്രസമ്മേളനം വിളിച്ചിട്ടുള്ളത്. ആദ്യമായിട്ട് എല്ലാവരെയും യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. എൻ്റെ പേര് വി ജയപാൽ. ഞാൻ സ്റ്റേറ്റ് പ്രസിഡന്റാണ് കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ. ഞങ്ങളുടെ പേര് എ പി ബാലകൃഷ്ണൻ, ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി. സംസ്ഥാന സെക്രട്ടറി മുഹമ്മദ് റസാഖ് കാസർഗോഡ്. നമ്മളുടെ പ്രധാനമായിട്ടും മുന്നോട്ട് വയ്ക്കുന്ന ചില വിഷയങ്ങൾ, ഒന്ന് നമുക്കറിയാം, കഴിഞ്ഞ ദിവസം 286 രൂപയാണ് ഒറ്റയടിക്ക് ഒരു കുറ്റി ഗ്യാസിന് വില വർദ്ധിച്ചിട്ടുണ്ട്. സാധാരണ ഹോട്ടലിൽ 20-25 കച്ചവടം നടത്തുന്ന ഹോട്ടലിൽ പോലും ഒരു ദിവസം 3 കുറ്റി ഗ്യാസ് ഉപയോഗിക്കേണ്ടി വരുമ്പോൾ ഒരു ദിവസം ഒരു ചെറുകിട ഹോട്ടലിന് പോലും 750 രൂപയുടെ അധിക ബാധ്യതയാണ് ഏപ്രിൽ 1 മുതൽ ഉണ്ടാകുന്നത്. ഈ ഒരു വർഷം കൊണ്ട് ഏതാണ്ട് 900 രൂപയോളം ഗ്യാസിന്റെ വില വർദ്ധിപ്പിക്കുമ്പോൾ അത് ഏതാണ്ട് 2500 ബാധ്യത ഒരു സാധാരണ ഹോട്ടൽ ഉണ്ടാകുന്നു എന്നുള്ളത് ഹോട്ടൽ ഇൻഡസ്ട്രിയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ നിലനിർത്തുവാൻ വളരെ ബുദ്ധിമുട്ടായിട്ടുള്ള സാഹചര്യമാണ് നിലവിലുള്ളത്. 2 വർഷത്തെ കോവിഡും അതിനോടൊപ്പം തന്നെ പ്രളയം പോലുള്ള കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇൻഡസ്ട്രി പൊതുവെ ഭക്ഷണ വിതരണ മേഖല ഒന്നും പച്ചപിടിച്ച് വരുന്നൊരു സാഹചര്യത്തിൽ ഈ രീതിയിലുള്ള വിലക്കയറ്റം, നമുക്കറിയാം, തേയില, ഒരു ചായക്ക് ഉണ്ടാക്കുന്ന തേയിലയുടെ വില ശബരി തേയില, ഗവൺമെന്റ് ശബരി തേയിലയ്ക്ക് ഒരു 100 രൂപ വർദ്ധിച്ചു. അതുപോലെ തന്നെ ഉക്രൈൻ യുദ്ധത്തിന്റെ പേരിൽ ഭക്ഷ്യെണ്ണകളുടെ വില, പ്രത്യേകിച്ച് പാം ഓയിൽ, സൺഫ്ലവർ ഓയിൽ 100 രൂപയാണ് വർദ്ധിച്ചിരിക്കുന്നത്. പാം ഓയിൽ 60 രൂപയോട് വർദ്ധിച്ചു. അരിക്ക് 3 ആഴ്ച കൊണ്ട് 10 രൂപ കൂടി. അങ്ങനെ എല്ലാ നിത്യോപയോഗ സാധനങ്ങളും ഒരു ഉപഭോക്തൃ സംസ്ഥാനമായ കേരളത്തെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, നമ്മുടെ ഓയിലിന് വില കൂടുമ്പോൾ, ഓയിൽ എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ പെട്രോളിയം ഉൽപ്പന്നങ്ങൾക്ക് വില വർദ്ധിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഇവിടെ നമ്മുടെ നിത്യോപയോഗ സാധനങ്ങൾക്ക് വില വർദ്ധിക്കുന്ന ഒരു സാഹചര്യം കൊടുക്കുന്നുണ്ട്. നിത്യോപയോഗ സാധനങ്ങളെല്ലാം അനുദിനം വില വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സാഹചര്യത്തിലാണ് ഹോട്ടൽ ഇൻഡസ്ട്രി എങ്ങനെ പിടിച്ചു നിൽക്കും, എങ്ങനെ നിലനിൽക്കുന്ന ഒരു സാഹചര്യം ഞങ്ങളുടെ മുമ്പിൽ വലിയൊരു ചോദ്യചിഹ്നമായിട്ട് മുമ്പിൽ നിൽക്കുകയാണ്. ഗവൺമെന്റ് ഭാഗത്ത് നിന്ന് നമുക്ക് നിലനിർത്തുന്നതിന് ആവശ്യമായ, നമുക്കറിയാം, ഒരു രാജ്യത്തിന്റെ സമ്പത്ത് എന്ന് പറയുന്നത് കർഷകരും ചെറുകിട വ്യാപാരികളുമാണ്. അങ്ങനെയുള്ള ചെറുകിട വ്യാപാര മേഖലയെ നിലനിർത്തുന്നതിന് ആവശ്യമായ പ്രത്യേകിച്ച് ഒരു തരത്തിലുള്ള ഒരു സബ്സിഡികളോ സഹകരണങ്ങളോ ഗവൺമെന്റിന്റെ ഭാഗത്ത് ഉണ്ടാകാത്ത ഒരു സാഹചര്യത്തിൽ അത് ജനസമൂഹത്തെ അറിയിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഇങ്ങനെയുള്ള പ്രതിഷേധ ധർമ്മം കൊണ്ട് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. പ്രതിഷേധ ധർമ്മം ഒരിക്കലും ഭക്ഷണ സാധനങ്ങൾക്ക് വില കൂട്ടാനുള്ളതല്ല. ഒന്ന്, നമുക്കുള്ള പ്രതികരിക്കാനുള്ള നമ്മുടെ കഴിവ് അത് നഷ്ടപ്പെടാതിരിക്കുകയാണ്. 2, ജനസമൂഹത്തെ ഈ വിലവർദ്ധനവ്, സാധാരണ രീതിയിൽ പെട്രോളിയം ഡൊമസ്റ്റിക് ഗ്യാസിന്റെ വില വർദ്ധിപ്പിച്ചു കഴിഞ്ഞാൽ ജനങ്ങൾ പെട്ടെന്ന് അറിയും. പക്ഷേ കൊമേഴ്സ്യൽ ഗ്യാസിന്റെ വില വർദ്ധിക്കുന്നത് ജനങ്ങൾ അറിയാറില്ല. ആ ഒരു സാഹചര്യത്തിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ജനങ്ങളെ അറിയിക്കുക എന്നുള്ള ഒരു ഉദ്ദേശം കൂടി വെച്ചുകൊണ്ടാണ് സംസ്ഥാന വ്യാപകമായിട്ട് ഇങ്ങനെയുള്ള പ്രതിഷേധങ്ങളും ധർണകളും സംഘടന ഏറ്റെടുത്ത് നടത്തുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം അതിനോടൊപ്പം തന്നെ ഞങ്ങൾ നേരിടുന്ന വലിയൊരു പ്രതിസന്ധിയാണ്. നമുക്കറിയാം, ഭക്ഷ്യ സിവിൽ സപ്ലൈസ് ഉദ്യോഗസ്ഥർ വടകര പോലുള്ള സ്ഥലങ്ങളിലൊക്കെ കയറിക്കൊണ്ട് വളരെയധികം ബുദ്ധിമുട്ട് അവിടുത്തെ ഹോട്ടലുകൾക്ക് ഉണ്ടാക്കുന്നതായിട്ട് നമുക്കറിയാൻ കഴിയും. അതിൻ്റെ ഒരു കാര്യം കൂടി പറയാം, ഒരു 10 രൂപ വിലയുള്ള ഒരു ചായക്ക് അവിടെ കാര്യം പിടിച്ചേക്ക് തന്നെ 10 രൂപ വിലയുള്ള ചായക്ക് 11 രൂപയും 12 രൂപയാക്കി എന്ന് പറഞ്ഞുകൊണ്ടാണ് സിവിൽ സപ്ലൈസ് ഉദ്യോഗസ്ഥർ നോട്ടീസ് കൊടുത്തിരിക്കുന്നത്. നിലവിലെ നിയമവ്യവസ്ഥ അനുസരിച്ച് പക്ഷേ സിവിൽ സപ്ലൈസ് ഉദ്യോഗസ്ഥർക്ക് അതിനുള്ള അധികാരമില്ല. എന്നാൽ പോലും അധികാരം എന്നുള്ളതല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്. നമ്മുടെ ജനസമൂഹത്തിന് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യങ്ങളോടും എപ്പോഴും ഒരു ജനകീയ സംഘടന എന്ന രീതിയിൽ ഹോട്ടൽ അസോസിയേഷൻ നിയമമല്ല നോക്കാറ്, സമൂഹത്തിനൊപ്പം തന്നെയാണ് നിൽക്കാറ്. ഇവിടെ ഒരു സാഹചര്യം, വില കൂട്ടാണ്ടായ സാഹചര്യം ഗവൺമെന്റും പൊതുസമൂഹവും മനസ്സിലാക്കണം. 10 രൂപ ഓയിലിന് ചെറുകിടയ്ക്ക് വില കൂടുമ്പോൾ ഓയിലിന് 60%, 100% വർദ്ധിക്കുന്നു. ചായ ഉണ്ടാക്കേണ്ട ചിലവ് 100% വർദ്ധിക്കുന്നു. ആ സാഹചര്യത്തിൽ 10%, 15% വില വർദ്ധിപ്പിക്കുമ്പോൾ അതിനെതിരെ ഗവൺമെന്റ് ഉദ്യോഗസ്ഥരെ കൊണ്ട് പീഡിപ്പിക്കുന്ന സമീപനം ഹോട്ടലുകളുടെ ഭാഗത്തേക്ക് ഉണ്ടാകുമ്പോൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് നിലനിൽക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം ഉണ്ടാകുന്നു. അത് മാധ്യമങ്ങൾ മുഖേന ജനങ്ങളെ അറിയിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഇന്ന് ഇങ്ങനെയുള്ളൊരു പത്രസമ്മേളനം വിളിച്ചിട്ടുള്ളത്. ഞാൻ
സൂചിപ്പിച്ചൊരു വലിയൊരു പ്രതിസന്ധിയാണ് ഹോട്ടൽ മേഖലയിൽ ഉണ്ടായിരിക്കുന്നത്. വില വർദ്ധിപ്പിക്കാൻ എളുപ്പമാണ്. വില വർദ്ധിച്ചു കഴിഞ്ഞാൽ ആൾക്കാർ ഞങ്ങളുടെ കടയിലേക്ക് കയറുന്നില്ല. കാരണം ഞങ്ങളുടെ ഉപഭോക്താക്കളെ കടയിലേക്ക് ആകർഷിക്കാനുള്ള ഒരു ഭാഗമായിട്ട് വില വർദ്ധിപ്പിക്കാതെ കഴിയുന്നത്ര ഞങ്ങൾ നോക്കുകയാണ്. പിടിച്ചു നിൽക്കാൻ ഒട്ടും പറ്റാത്ത സാഹചര്യത്തിലാണ് ചില കടക്കാരെങ്കിലും 1 രൂപയോ 2 രൂപയോ വർദ്ധിപ്പിക്കുന്നത്. അതല്ലാതെ വില വർദ്ധനയോട് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പൊതുസമൂഹത്തിന് വില വർദ്ധനവ് അവർക്ക് ഉൾക്കൊള്ളാനും പറ്റില്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ ഉപഭോക്താക്കളെ ഞങ്ങൾക്ക് നഷ്ടപ്പെടുത്താനും പറ്റില്ല. ഈ വില ഏകീകരണം സർക്കാർ മുന്നോട്ട് വരുന്നുണ്ട്. അതിന് എങ്ങനെയാണ് അസോസിയേഷൻ കാണുന്നത്? ഇവിടെ ഏകീകരിക്കുക എന്നുള്ളത് പ്രായോഗികമായ ഒരു കാര്യമല്ല. കാരണം വ്യത്യസ്തമായ ഇൻഗ്രീഡിയൻസ്, വ്യത്യസ്തമായ സാധനങ്ങൾ, വ്യത്യസ്തമായ സാഹചര്യത്തിലുണ്ടാക്കി ഒരേ വിലക്ക് വിൽക്കുക എന്നുള്ളത് ഒരിക്കലും പ്രായോഗികമല്ല. അപ്പം അതുമായി സഹകരിക്കാൻ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ട്. ഇതിവിടെ AC-യിലും അതേപോലെ തന്നെ നോൺ AC-യിലും ഒരു റേറ്റാക്കാൻ പറ്റും. അങ്ങനെ ഇത്തരം കാര്യങ്ങളുള്ളതുകൊണ്ടാണ് ഞങ്ങൾ പറഞ്ഞത് അതുമായി സഹകരിക്കാൻ ഞങ്ങൾക്ക് ബുദ്ധിമുട്ട്. പിന്നെ നിലവിൽ തന്നെ ഇത്തരത്തിലുള്ള ഈ ധർണാ സമരവും അതേപോലെ തന്നെ പത്രസമ്മേളനവും ഒക്കെ ഞങ്ങൾ വിളിച്ചു ചേർത്തിരിക്കുന്നത് യഥാർത്ഥ വസ്തുത ജനങ്ങളെ അറിയിക്കുക എന്നുള്ള ഉദ്ദേശത്തോടെ. കാരണം എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നത്? ഇവിടെ പൊതു മാർക്കറ്റിൽ യാതൊരു തത്വദീക്ഷയുമില്ലാതെ എല്ലാ സാധനങ്ങൾക്കും വില വർദ്ധിക്കുന്നു. കാരണം പെട്രോളിയം ഉൽപ്പന്നങ്ങൾക്ക് വില വർദ്ധിക്കുമ്പോൾ സ്വാഭാവികമായും ഭൂപ്രഭ സംസ്ഥാനമായ നമ്മുടെ കേരള സംസ്ഥാനത്ത് വില വർദ്ധിക്കാനുള്ള സാഹചര്യം ഉണ്ടാകുന്നു. അതേപോലെ തന്നെ ഗ്യാസിന് വില വർദ്ധിക്കുന്നു, വെള്ളത്തിൻ്റെ കരം കൂട്ടുന്നു. അങ്ങനെ ഓരോന്നിനും കൂടിക്കൊണ്ടേയിരിക്കുന്നു. GST 18 തന്നെ നിലനിർത്തുന്നു. അത് 5ലേക്ക് കൊണ്ടുവരാൻ സർക്കാർ ശ്രമിക്കുന്നില്ല. അപ്പോൾ ഇത്തരം സാഹചര്യത്തിൽ എന്താണ് ചെയ്യേണ്ടതെന്നുള്ള ഒരു അവസ്ഥയിലാണ് ഞങ്ങളുണ്ട്. ഒന്നുകിൽ കട അടച്ചുകൂടണം, അതല്ലെങ്കിൽ വിലയിരുത്തി പരിഷ്കാരം ഏർപ്പെടുത്തേണ്ടി വരുമോ എന്നും പോലും സംശയിക്കേണ്ടിയിരിക്കുന്ന ഒരു അവസ്ഥയാണ്. അപ്പോൾ ദൃശ്യപത്ര മാധ്യമങ്ങളോട് ഞങ്ങൾക്ക് പറയാനുള്ളത് ജനങ്ങളെ അറിയിക്കാനുള്ള ഒരു മീഡിയയാണ് നിങ്ങൾ. നിങ്ങളുടെ എല്ലാവിധ സഹായ സഹകരണങ്ങളും ഞങ്ങൾക്ക് എപ്പോഴും വേണമെന്നാണ് ഞങ്ങളുടെ അപേക്ഷ. ഇതിനകത്ത് വില ഏകീകരണത്തെ അംഗീകരിക്കുന്നില്ലെങ്കിലും വില നിശ്ചയിക്കുന്നതിനകത്തൊരു മാനദണ്ഡമുണ്ട്, പൊതുമാനദണ്ഡമുണ്ട്. അങ്ങനെ ഇല്ലാതെ നമ്മൾ പലപ്പോഴും പല നമുക്ക് ഉണ്ടായിരുന്ന അനുഭവങ്ങൾ അങ്ങനെയാണെന്ന് തോന്നുന്നില്ല. വില ഏകീകരണം ആദ്യമായിട്ട് പോകുന്നത് TNJP മന്ത്രിയായിരുന്ന കാലഘട്ടത്തിലാണ്. അതിനുശേഷം വിവിധ സർക്കാരുകൾ അതിനെപ്പറ്റി പഠിച്ചതാണ്. എന്തുകൊണ്ടാണ് വില ഏകീകരണം കൊണ്ടുവരാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ വില ഏകീകരണം കൊണ്ടുവന്നാൽ അടിസ്ഥാനപരമായിട്ടുള്ള നഷ്ടം വരുന്നത് ഉപഭോക്താക്കൾക്കായിരിക്കും. കാരണം ഇന്ന് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആരോഗ്യപരമായ മത്സരം നടക്കുന്നത് ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് ഭക്ഷണങ്ങൾ കിട്ടുന്നത് നമ്മുടെ കേരളത്തിലാണ്. കഴിഞ്ഞ തിരുവനന്തപുരം സാറ് മന്ത്രിയായിരുന്നപ്പോൾ ഈ വിഷയം ശരിക്കും പഠിച്ചത് 4 മണിക്കൂറോളം അദ്ദേഹം ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ചർച്ച നടത്തേണ്ടത് ഞങ്ങളുടെ സംഘടനകളൊക്കെ. അദ്ദേഹം തന്നെ ആ ചർച്ചകളുടെ ഒടുവിൽ പറഞ്ഞത് വില ഏകീകരണം കൊണ്ടുവന്നു കഴിഞ്ഞാൽ അത് പ്രായോഗികമല്ല. ഒന്ന് ചെറുകിട ഹോട്ടലുകൾക്കാണ് വില നിയന്ത്രണവും വില നിയന്ത്രണം കൊണ്ട് എന്താണ് വില നിശ്ചയിക്കുന്ന മാനദണ്ഡത്തിനനുസരിച്ച് ഹോട്ടലുകാർ നിശ്ചയിക്കുന്നതിന്റെ കാരണം പറയുന്നത് ഒരു ബിരിയാണി 1 കിലോ ബിരിയാണി 25 രൂപയുടെ 250 രൂപയുടെ. അപ്പൊ നമ്മൾ പറയുന്നത് വില നിയന്ത്രിക്കുക, വില നിശ്ചയിക്കുക. എല്ലാ ചെറുകിട ഹോട്ടലുകളിലും ഒരേ വിലയ്ക്ക്, അതായത് 50 രൂപയ്ക്ക് ഊണ് കൊടുക്കുക, അതല്ലെങ്കിൽ 100 രൂപയ്ക്ക് ബിരിയാണി കൊടുക്കുക. ഗവൺമെന്റ് പറയുകയാണ് നിങ്ങൾ മീഡിയം റേഞ്ചിലുള്ള ഹോട്ടൽ അല്ലെങ്കിൽ ചെറുകിട ഹോട്ടൽ 50 രൂപയ്ക്ക് ഊണ് കൊടുക്കും. അവിടെ വ്യത്യാസം എങ്ങനെയാണെന്ന് വെച്ചാൽ 50 രൂപയ്ക്ക് ഒരു സിറ്റികളിലും എല്ലാ ചെറുകിടകളിലും 50 രൂപ ഊണ് കൊടുത്താൽ എല്ലായിടത്തും ഒരേ രീതിയിലുള്ള ഊണായിരിക്കും കിട്ടുന്നത്. ചിലർക്ക് ഇപ്പം നമ്മൾ ടൂറിസ്റ്റുകളായിട്ട് വരുന്ന നമ്മുടെ കുടുംബത്തിലുള്ള വിനോദയാത്ര പോകുന്നുണ്ട്, അതുപോലെ ടൂറിസ്റ്റുകൾ വരുന്നുണ്ട്, കൂലിപ്പണിക്കാരുണ്ട്, ഓട്ടോറിക്ഷ, ഇവരൊക്കെ ഓരോ കൺസെപ്റ്റാണ്. ദിവസം ആഹാരം കഴിക്കുന്നവരെ സംബന്ധിച്ചോളം 50 രൂപ ചെറിയ റൂം കഴിച്ച് അവർക്ക് പോകും. തീർത്ഥയാത്രയ്ക്ക് അല്ലെങ്കിൽ ടൂറിസ്റ്റുകൾക്കൊക്കെ വരുന്നവർക്ക് കുടുംബമായിട്ട് പുറത്തേക്ക് വരുമ്പോൾ അവർക്ക് ഇത്രയും നല്ല വീട്ടിലുണ്ടോണല്ല അവരുണ്ടാകാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അവർ ഉദ്ദേശിക്കുന്നതിനായിട്ട് പായസവും തൈരിട്ട് കൂട്ടി അല്ലെങ്കിൽ ഒരു മീൻകറിയൊക്കെ കൂട്ടി നന്നായിട്ട് പോകുമെന്ന് ഉദ്ദേശിക്കുമ്പോൾ ആ രീതിയിലൊരു കൺസെപ്റ്റാണ്. അങ്ങനെ വില നിശ്ചയിക്കുമ്പോൾ ഉപഭോക്താക്കൾ നഷ്ടപ്പെടും. ആ രീതിയിൽ വില നിശ്ചയിക്കുമ്പോൾ പിന്നീട് നമുക്കൊരു പ്രശ്നം എന്താ വെച്ചാൽ ചെറുകിട ഹോട്ടലിൽ ഇങ്ങനെയുള്ള ഭക്ഷണങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് ക്ലാസിഫൈഡ് ഹോട്ടലിലേക്ക് ജനത്തെ ആവശ്യപ്പെടുന്ന ഒരു സംവിധാനം വരും. ഇതൊക്കെ ഗവൺമെന്റ് ശരിക്കും പഠിച്ചുകൊണ്ടാണ് ഗവൺമെന്റ് ആ സംവിധാനം കൊണ്ടുവരാൻ ബുദ്ധിമുട്ട് വരുന്നത്. ഇവിടെ ആരോഗ്യപരമായ മത്സരമുണ്ട്. എൻ്റെ ഹോട്ടലിൽ കയറുന്ന ഒരാളെ അവിടെ നിലനിർത്തണമെന്ന് ഞാൻ ചിന്തിക്കുന്നുണ്ട്, അപ്പുറത്തെ ഹോട്ടലുകാരൻ ചിന്തിക്കുന്നത് എൻ്റെ ഹോട്ടലിലേക്ക് അവരെ കഴിക്കണം. ആ ഒരു മത്സരബുദ്ധിയാണ് ജനങ്ങൾക്ക് കിട്ടുന്ന ഏറ്റവും വലിയ ഒരു വില നിയന്ത്രണം. അത് നമ്മുടെ കേരളത്തിലുള്ളിടത്തോളം കാലം കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും ഒരു ചൂഷണം ഇവിടെ ഉണ്ടാവില്ല. ചൂഷണം ഒട്ടില്ല എന്ന് പറയാനും ഞങ്ങൾ തയ്യാറില്ല. ചിലപ്പോൾ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിൽ യാത്രക്കാർ മാത്രം പോകുന്ന വഴിയിലൊക്കെ അപൂർവമായിട്ട് ചില സ്ഥലങ്ങളിൽ ചൂഷണം നടക്കുന്നുണ്ട്. അങ്ങനെയുള്ള ഹോട്ടൽ സംഘടന പറയുന്നത് നിങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വില പ്രദർശിപ്പിക്കാതെ കച്ചവടം ചെയ്യാം, ഇങ്ങനെയുള്ളവരെയൊക്കെ
സംഘടനയിലേക്ക് അവരുടെ ലിസ്റ്റ് തരികയാണെങ്കിൽ ഞങ്ങൾ തന്നെ അവരെ നിയന്ത്രിക്കാൻ ഏർപ്പാട് ചെയ്യും. നിയന്ത്രിക്കാൻ ഞങ്ങൾ ശ്രമിച്ചിട്ട് നടന്നില്ലെങ്കിൽ ബന്ധപ്പെട്ട അധികാരികൾ മുഖാന്തരം തന്നെ അത് നിയന്ത്രിക്കും. ചൂഷണം ഞങ്ങൾ അനുവദിക്കില്ല. നമ്മളെ അനുഭവത്തിലുള്ള കാര്യം പറയുമ്പോൾ നമുക്ക് ഈ കാസർഗോഡ് ടൗണിലെ ക്ലിയറിംഗ് റേറ്റ് 180 മുതൽ താഴോട്ട് 110 വരെ അപ്പൊ അവിടെ കിട്ടുന്ന സാധനങ്ങളുടെ ക്വാളിറ്റി അവിടുത്തെ അന്തരീക്ഷങ്ങളുടെ വ്യത്യാസം ഇതൊന്നും കാര്യമായ വ്യത്യാസം ഉണ്ടായില്ല. 220 മാറ്റുന്നുണ്ട്, ബാക്കിയെല്ലാം നോർമലാണ് എല്ലാ സ്ഥലങ്ങളിലും ഒരുപോലെ. പക്ഷെ ഇതിന്റെ റേറ്റ് അവരെ നിശ്ചയിക്കുന്ന റേറ്റ് പിന്നെ സർവിങ്ങും ബാക്കിയുടെ എല്ലാ ഡീറ്റെയിൽസ് പറഞ്ഞാൽ വളരെ മോശം. എന്താ വെറുതെ പോയി ആ രീതിയിലുള്ള പെരുമാറ്റം ഓർഡറുടെ ഭാഗത്തുണ്ടായിരുന്നു, അല്ലെങ്കിൽ അവരുടെ ജീവനക്കാരുടെ ഭാഗത്തുണ്ടായിരുന്നു. അപ്പൊ ഇതിന് പൊതുമാനദണ്ഡം അവിടുത്തെ പൊതുമാനദണ്ഡമാണ്. താങ്കൾക്ക് ഒരു അവകാശമുണ്ട്. ആ 180 എടുത്ത് പോയി താങ്കൾ കഴിക്കില്ല. അവിടെ വൃത്തികളായ അന്തരീക്ഷമായി താങ്കൾ കഴിക്കില്ല. 110 രൂപ കിട്ടുന്നിടത്ത് നല്ല എന്തെങ്കിലും താങ്കൾ പോകും. 10 ദിവസം കച്ചവടം ചെയ്യുമ്പോൾ കൂട്ടിക്കെട്ടിപ്പോകും. കാരണം വെച്ചാൽ ജനം കയറാതെ എങ്ങനെ നമുക്ക് ലാഭം ഉണ്ടാക്കാൻ പറ്റും? നമ്മൾ 180 എന്റെ കടയിൽ എനിക്ക് 200 രൂപ എഴുതി വെക്കാം. എഴുതി വെച്ചിട്ട് കാര്യമുണ്ടോ? ജനങ്ങൾക്ക് തെരഞ്ഞെടുക്കാനുള്ള അവകാശം അങ്ങനെയുണ്ടെങ്കിൽ ഇവിടുത്തെ ഹോട്ടലുകാർ നിലനിൽക്കും. നമ്മൾ ചിന്തിക്കണം. 110 ഉണ്ടാവും, 120 ഉണ്ടാവും, 140 ഉണ്ടാവും. അതാണ് നമുക്ക് വ്യത്യസ്തമായ ചേരുവകൾ തിരഞ്ഞെടുക്കാനുള്ള. ഒരു മിനിമം ബിരിയാണിക്ക് ഇതിപ്പോൾ എല്ലായിടത്തും 150, 150 റേറ്റ് ഉണ്ട്. കേരളത്തിൽ മൊത്തത്തിൽ ആവറേജ് റേറ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ കണ്ടീഷൻ 140, 150 രൂപ റേറ്റാണ്. അപ്പൊ ചിലർക്ക് 100 കൊടുക്കുന്നുണ്ട്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഒരിക്കലും നഷ്ടപ്പെട്ട ഒരു സാധനം കൊടുക്കാൻ പറ്റില്ല. അപ്പൊ നമ്മുടെ ബിരിയാണി റൈസിന്റെ ക്വാളിറ്റി പോകും. ചിക്കൻ വെട്ടുന്നത് 10 പീസായിട്ട് 20 പീസായിട്ട് വെട്ടാം. RKG ചേർത്ത് ഉണ്ടാക്കാം, RKG ചേർക്കാതെ ഉണ്ടാക്കാം. അതൊക്കെ നമ്മുടെ ചേരുവകൾക്ക് അനുസരിച്ചാണ് നമ്മൾ വില നിശ്ചയിക്കുന്നത്. ഒരിക്കലും ഉപഭോക്താവ് ഒരു കടയിൽ കയറണമെങ്കിൽ അവന്റെ മടിശീലയ്ക്കും മനസ്സിന് വേണമെന്ന് ഫുഡ് കൊടുത്താൽ മാത്രമാണ് അവൻ ആ കടയിൽ പോകുമ്പോൾ അങ്ങനെയുള്ള കടകളിൽ നിലനിൽക്കും. ആലപ്പുഴയിൽ BP ചിത്രഞ്ജനം ഒരു പരാതിപ്പെട്ട വിഷയങ്ങളാണ്. അത് നിങ്ങളെ ബന്ധപ്പെട്ട അങ്ങനെ ഒരു വലിയ വിഷയം, അതൊരു കേരളത്തിലും ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയം. കൂടുതലും ചർച്ച ചെയ്യപ്പെടുന്നത് സോഷ്യൽ മീഡിയ മുഖാന്തരമാണ്. ഒരു MLAക്ക് സ്വന്തം മണ്ഡലത്തിൽ എവിടെയെങ്കിലും ചൂഷണം നടക്കുന്നുണ്ടെങ്കിൽ അത് അദ്ദേഹത്തിന് ചോദ്യം ചെയ്യാനുള്ള അദ്ദേഹത്തിന്റെ അവകാശത്തെ നമുക്ക് ചോദ്യം ചെയ്യാൻ പറ്റും. അപ്പോൾ വോട്ടുകാരുടെ ഭാഗത്തായാലും പുറത്തുണ്ടായി അവിടെ അദ്ദേഹം തെറ്റിദ്ധരിക്കപ്പെട്ടു എന്നതാണ് കുറച്ച് പ്രശ്നം. എന്താ വെച്ച് കഴിഞ്ഞാൽ, ഒന്നാമത് ആ ഹോട്ടലിൽ അദ്ദേഹം ബില്ല് കൊടുത്തപ്പോൾ അവരുമായിട്ടുള്ള ആശയവിനിമയത്തിൽ ഉണ്ടാവുന്ന കുറച്ച് പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഇല്ലാന്ന് പറയുന്നത് ആ ഹോട്ടലിലെ റേറ്റ് അനുസരിച്ച് നോക്കുകയാണെങ്കിൽ തൊട്ടടുത്ത KTDCയുടെ ഹോട്ടലിൻ്റെ അടുത്തേക്ക് ഇവിടെ 2 മുട്ടയും ഒരു മുട്ട മസാലയ്ക്ക് കൂടി 70 രൂപ മേടിക്കുമ്പോൾ അവിടെ 80 രൂപയാണ് റേറ്റ്. ഇത്തരം പോലും അവിടെ അടിസ്ഥാന സൗകര്യങ്ങളില്ല. ഇത് നമ്മൾ അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽ ആ ഹോട്ടലിനെ വിളിച്ചുകൊണ്ട് പോയി. ഹോട്ടൽ അസോസിയേഷൻ അടുത്ത ജില്ലാ നേതൃത്വം അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽപ്പെടുത്തി. കാരണം പൊതുപ്രവർത്തകർക്ക് ഉണ്ടാകുന്ന തെറ്റിദ്ധാരണകൾ മാറ്റേണ്ടത് ഞങ്ങളുടെ കൂടി ആവശ്യമാണ്. ഒരു MLAക്ക് കൊത്തിയുള്ള ആ റേറ്റ് നിലനിൽക്കുമ്പോൾ തന്നെ MLAയുടെ തെറ്റിദ്ധാരണ മാറ്റേണ്ട ചുമതല കൊടുത്തുകൊണ്ട് നമ്മൾ MLAയുടെ വസീൽ തന്നെ പോയി ആ തെറ്റിദ്ധാരണ മാറ്റിയിട്ടുണ്ട്. ഹോട്ടലുകാർക്ക് അവിടെ 3 വർഷമായിട്ട് ഒരേ വിലക്കാണ് കിട്ടുന്നത്. അവരത് മെനു കാർഡ് പ്രദർശിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് ഉണ്ടായ ആശയവിനിമയത്തിലുണ്ടായ ചില പ്രശ്നങ്ങളാണ് പരിഹരിക്കുന്നത്. ഇപ്പൊ നമ്മൾ വിലയുടെ കാര്യം പറയുമ്പോൾ എറണാകുളത്ത് മസ്കറ്റ് ബോർഡിൽ ഗവൺമെന്റ് നടത്തുന്നതാണ്. മസ്കറ്റ് ബോർഡിൽ ഇവിടെ ഇരുന്ന് കഴിക്കുന്ന പോട്ടെ, രാവിലത്തെ ടിഫിൻ കഴിക്കണമെങ്കിൽ 650 രൂപയാണ്, ഉച്ചയ്ക്ക് ഊണ് കഴിക്കണമെങ്കിൽ 900 രൂപയാണ്. അത് പോട്ടെ, സാധാരണക്കാരൻ കയറുമ്പോൾ അല്ലാതെ വെച്ച് നമുക്ക് സമാധാനിക്കാം. പക്ഷെ മസ്കറ്റ് ബോർഡിൽ ഒരു ഔട്ട്ലെറ്റ് ഉണ്ട്, പാർസൽ കൊടുക്കും. അവിടെ എല്ലാവരും നിന്ന് മേടിക്കുന്ന 3 അപ്പവും ഒരു വെയിറ്റിലേക്ക് 220 രൂപയാണ്. ഗവൺമെന്റ് KTDCയാണ്. അപ്പൊ നമ്മുടെ നിയന്ത്രണം, ഒരു നിയമം കൊണ്ടുവരുമ്പോൾ ആദ്യം നമ്മൾ നടപ്പിലാക്കില്ല, എന്നിട്ട് വേണം മറ്റുള്ളവരേക്ക് അടിച്ചേപ്പിക്കുക. അപ്പൊ ഇത് പൊതു സംവിധാനത്തിൽ ഒത്തിരി മാറ്റങ്ങൾ വരുത്തരുത്. ഗവൺമെന്റ് ഒരു ചർച്ചയ്ക്ക് വിളിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ തയ്യാറാണ്. നമ്മളൊരിക്കലും സംസ്ഥാന ഗവൺമെന്റായിട്ടും കേന്ദ്ര ഗവൺമെന്റ് ഏറ്റുമുട്ടുന്ന ഒരു സംഘടനയാണ്. പൊതുസമൂഹവുമായിട്ട് ചേർന്ന് നിന്നുകൊണ്ട്, സർക്കാരുമായിട്ട് ചേർന്നുകൊണ്ട് ഞങ്ങളെ നിലനിർത്തിക്കൊണ്ട് പൊതുസമൂഹത്തിന് ദോഷകരമല്ലാത്ത കാര്യങ്ങൾ അവരെയും കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരുമിച്ച് പോകുന്ന ഒരു സംഘടനയാണ് കേരള വാട്ടർ ട്രാൻസ്പോർട്ട് അസോസിയേഷൻ. നമ്മൾ ബന്ധപ്പെട്ട സിവിൽ സപ്ലൈസ് വകുപ്പിനെ അറിയിച്ചിട്ടുണ്ട്. അദ്ദേഹം ചർച്ചയ്ക്ക് വിളിക്കുമെന്നാണ് പ്രതീക്ഷ. ചർച്ചയ്ക്ക് വിളിക്കുകയാണെങ്കിൽ പൊതുസമൂഹത്തിന് ഗുണകരമായ രീതിയിൽ എന്തെല്ലാം ചെയ്യാൻ പറ്റും അതൊക്കെ നമ്മൾ ഒരുമിച്ച് ചെയ്യുന്നത്. ഈ കടകളുടെ ഹോട്ടലുകളിലൊക്കെ പരിശോധന നടത്തുന്നുണ്ട്. അപ്പൊ അത് നിങ്ങൾക്ക് പ്രയാസം ഉണ്ടാക്കുന്നതാണ് പറയുന്നത്. പക്ഷെ ചിലപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ അമിത വില ഈടാക്കുന്നത് പഴകിയ ഭക്ഷണം കൈവശം. പിന്നെ ഒരു കടയിൽ കടയാണ് 27 രൂപ, പിന്നെ തൊട്ടപ്പുറത്തെ കടയിൽ 24 രൂപ. അപ്പൊ ഇതൊക്കെ പരിശോധിക്കേണ്ടതല്ലേ?
പരിശോധിക്കാൻ ഓരോരുത്തരും നമ്മൾ വെച്ചാൽ എല്ലാവർക്കും എല്ലാം പരിശോധിക്കാൻ പറ്റില്ല. അതിന് ഗവൺമെന്റ് അനുവാദം കൊടുക്കുന്ന ഡിപ്പാർട്ട്മെന്റ് FSS ഉദ്യോഗസ്ഥർക്കാണ് ഒരു കടയിൽ കയറി ഭക്ഷണം പിടിച്ചെടുക്കാനും പരിശോധിക്കാനും അധികാരം. ഗവൺമെന്റ് കൊണ്ട് നിൽക്കുന്ന ഞങ്ങൾ കൊണ്ട് നിൽക്കുന്നതല്ല. നിയമത്തിന്റെ ആനുകൂല്യം ഞങ്ങൾക്ക് കിട്ടുന്നേ പറയുന്നു. അവർ തെറ്റായിട്ട് ഏതെങ്കിലും വോട്ടുകാരൻ പ്രവർത്തിക്കുന്നതിന് അതിന് നടപടി വേണം, നമ്മൾ വേണ്ടാന്ന് പറയുന്നില്ല. അതിന് സിവിൽ സപ്ലൈസ് ഉദ്യോഗസ്ഥർക്ക് അധികാരമില്ല. മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ ലൈസൻസ് ഇല്ലാതെ കൊണ്ടാണ് നോട്ടീസ് കൊടുത്തേക്കുന്നത്. അതിന് അവർക്ക് അധികാരമില്ല. അധികാരമുള്ള അവർക്ക് ചില കാര്യങ്ങളുണ്ട്, അതവർ പരിശോധിക്കുന്നതിന് ഞങ്ങൾ ഇത് നിൽക്കാറില്ല. നിയമത്തിന്റെ ആനുകൂല്യം ഏതൊരു പൊതുസമൂഹത്തിനും ജനങ്ങൾക്ക് കിട്ടുന്നതുമായി ഞങ്ങൾക്ക് കിട്ടും. നിയമത്തിന്റെ ആനുകൂല്യം ഒരിക്കലും നിയമം നിഷേധിക്കാൻ ഞങ്ങളില്ല. ഇവിടെ സിവിൽ സപ്ലൈസ് ഉദ്യോഗസ്ഥർ വടകരയൊക്കെ ചെയ്തെന്താണെന്ന് വെച്ചാൽ മലിനീകരണ നിയന്ത്രണ ബോർഡിന് ലൈസൻസ് ഇല്ല, നിങ്ങൾ അടച്ചു കൊടുക്കണം. അതുപോലെ തന്നെ നിങ്ങൾ വിൽക്കുന്ന 10 രൂപയുടെ ചായ 12 രൂപയാക്കി കുറയ്ക്കണം. ഇത് രണ്ടും പറയാൻ അവർക്ക് അധികാരമില്ല. 10 രൂപയുടെ ചായ 12 രൂപയാക്കുന്ന അല്ല അവരുടെ പ്രശ്നം. അത് വ്യക്തമായിട്ട് മെനു കാർഡ് അല്ലെങ്കിൽ അവിടെ രേഖപ്പെടുത്തിയിരിക്കണം. വില രേഖപ്പെടുത്തിയിട്ട് കൂടുതൽ വില വാങ്ങിക്കുന്നുണ്ടെങ്കിൽ ആ കടക്കെതിരെ നടപടിയെടുക്കാൻ സിവിൽ സപ്ലൈസ് ഉദ്യോഗസ്ഥർക്ക് അധികാരമുണ്ട്. ആ അധികാരം നിശ്ചയിച്ച് അധികാരത്തിനനുസരിച്ച് ഏതൊരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥർ പെരുമാറിയാലും ഞങ്ങൾ ഒരിക്കലും എതിർത്തില്ല, അവരോടൊപ്പം നിൽക്കും. ചായയുടെ അളവ്, ഭക്ഷണ സാധനങ്ങളുടെ ക്വാളിറ്റി, എത്ര വെയിറ്റ് ഈ പറയുന്ന ചായ 12 വരെ എടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഭക്ഷണങ്ങളുടെ ക്വാണ്ടിറ്റിയും വ്യത്യാസമുണ്ട്. വേണ്ടതാണ് ഞാൻ ആദ്യം ചോദിച്ചത്. അതായത് ഇതിനെല്ലാം വേറെ ചെയ്യുന്ന ഒരു പൊതു മാനദണ്ഡം വേണ്ടേ? നിങ്ങളിപ്പോ അതിന്റെ ഹോട്ടലിന്റെ സ്റ്റാറ്റസിന്റെ കാര്യങ്ങളാണെന്നുള്ള ചോദിച്ചത്. അതിനപ്പുറത്ത് അത് അവിടെ കൊടുക്കുന്ന സ്റ്റാറ്റസിനൊപ്പം തന്നെ കൊടുക്കുന്ന ക്വാണ്ടിറ്റിയും അതിന്റെ ക്വാളിറ്റിയും ഒരു ഘടകല്ലേ വേറെ ചെയ്യുന്നത്. വില അങ്ങനെയുള്ള അളവ് പരിമിതപ്പെടുത്തിയിരിക്കുന്നത് പ്രത്യേകമായിട്ട് നിശ്ചയിക്കപ്പെട്ട ക്യാൻറ്റീനുകൾ, അങ്ങനെ പ്രത്യേകമായിട്ട് റെയിൽവേ, എയർപോർട്ട് അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ മാത്രമാണ് അളവ് പരിമിതപ്പെടുത്തിയിട്ടുള്ളൂ. അതുകൊണ്ടാണ് ആദ്യം പറഞ്ഞത് ഓപ്പൺ സ്പേസിൽ നമ്മൾ നടത്തുന്ന സ്ഥാപനങ്ങളിൽ ആ ഉടമയ്ക്ക് അളവും ക്വാളിറ്റി അതെല്ലാം അവർക്ക് നിശ്ചയിക്കാം. പക്ഷേ എല്ലാത്തിൻ്റെ അടിസ്ഥാനം നിശ്ചയിക്കുന്നത് വരുന്ന കസ്റ്റമറാണ്. അവിടെ കസ്റ്റമറിന്റെ അവകാശത്തെ ആരും ചോദ്യം ചെയ്യുന്നില്ല. ആ കസ്റ്റമറിന് ഇഷ്ടമാണെന്ന് മാത്രമേ നമ്മളുണ്ടാക്കിയതല്ല, ഗവൺമെന്റ് നിലവിലുള്ള നിയമമാണ് ഞാൻ പറയുന്നത്. ഞാൻ അതുകൊണ്ടാണ് ആദ്യമേ പറഞ്ഞത് സിവിൽ സപ്ലൈസ് ഉദ്യോഗസ്ഥർക്ക് പരിശോധിക്കാൻ അധികാരമുണ്ട്. പരിശോധിക്കാൻ അധികാരമുള്ള അതുപോലെ കസ്റ്റമറിനും കുറെ അവകാശങ്ങളില്ലേ? മലിനീകരണ നിയന്ത്രണ ബോർഡ് ഒരു ബോർഡുണ്ട്. ആ ഉദ്യോഗസ്ഥന്റെ കസ്റ്റമേഴ്സിന് നമ്മളവിടെ വില നിലവാരത്തിൽ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ 20 രൂപ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ 10 രൂപ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ അയാൾക്ക് ഇടപെടാം. കഴിക്കുന്ന സാധനത്തിന് ക്വാളിറ്റി ഇല്ലെങ്കിൽ അദ്ദേഹത്തിന് പറയുന്നത് എനിക്ക് വേണ്ട, അദ്ദേഹത്തിന് എഴുന്നേറ്റ് പോയി ആരൊന്നും ചെയ്യില്ല. ഈ സാധനത്തിന് ക്വാളിറ്റി ഇല്ല, എനിക്ക് വേണ്ട. എന്തോരം കസ്റ്റമർ ചെയ്യുന്നത് ഞങ്ങളുടെ കടയിലൊക്കെ വന്നിട്ട് നല്ല സാധനം കൊടുത്താൽ പോലും ചിലപ്പോൾ പകുതി ഇട്ടിട്ട് പറയും ഇത് സാധനം കൊടുക്കില്ല, ഞങ്ങൾ എഴുന്നേറ്റ് പോയി, ഞങ്ങൾ ആരെയും പിടിച്ചെടുത്തല്ല. കാരണം വെച്ചാൽ കസ്റ്റമറുടെ അവകാശത്തെ ഒരിക്കലും ഞങ്ങൾ ചോദിക്കുകയാണ്. ഒരു അവരുടെ ചോദ്യം. അതുകൊണ്ടാണ് കേരളത്തിൽ ഇത്ര വിലക്കുറവ് വരുന്നത്. നമുക്ക് തമിഴ്നാട്ടിലേക്ക് ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഡൽഹിയിൽ പോയി, അവിടെ പോയി മസാല ദോശ 350 രൂപ മേടിച്ചു, ബാംഗ്ലൂരിൽ നിന്ന് എടുത്തപ്പോഴും മേടിച്ചു. അവിടെയൊക്കെ അന്യായകരം മേടിക്കുമ്പോൾ നമുക്കൊന്നും അവിടെ പ്രതികരിക്കാൻ പറ്റില്ല. കേരളത്തിൽ അങ്ങനെ സംവിധാനം ഇല്ല. കേരളത്തിൽ എവിടെയും നമുക്ക് ചോദ്യം ചെയ്യാം. ഏത് ഹോട്ടലിൽ ചെന്ന് നിങ്ങൾക്കാണെങ്കിലും എനിക്കാണെങ്കിലും പുറത്തിറങ്ങി കഴിഞ്ഞാൽ നമ്മുടെ സ്ഥാപനത്തിൻ്റെ അന്യായകരം മേടിക്കുന്നത് നമുക്ക് ചോദ്യം ചെയ്യാനുള്ള റേറ്റ് ഉണ്ട്. അവിടെ പൊതുജന സംഘടനകളുണ്ട്, നമുക്ക് ഒത്തിരി ബോധമുള്ള ആൾക്കാരായതുകൊണ്ട് അവിടെ ആരും നമ്മളെ കുറിച്ച് നിൽക്കും. അപ്പം അവിടെ ചൂഷണം എന്ന് പറയുന്നത് ഒരാൾക്ക് ചെയ്യാൻ പറ്റില്ല, ഒരു സ്ഥാപനത്തിന് ചെയ്യാൻ പറ്റില്ല. പിന്നെ ഞാൻ പറയുന്നതാണ് ഒറ്റപ്പെട്ട ചില സംഭവങ്ങൾ ഒറ്റപ്പെട്ട ചില സ്ഥലങ്ങളിൽ നടക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഇടപെട്ട് തീർക്കാവുള്ളൂ. ആവശ്യം പ്രധാനമായിട്ടും ഗ്യാസ് ഞാൻ ചെയ്യുന്ന ഡൊമസ്റ്റിക് ഗ്യാസിന് 5% ടാക്സ് കൊടുക്കും, കൊമേഴ്സ്യൽ ഗ്യാസിന് 15% GST. ഇവിടുത്തെ ഇപ്പം ഏറ്റവും കൂടുതൽ പ്രതിസന്ധി നേരിടുന്ന ഇവിടുത്തെ ചെറുകിട വ്യാപാര മേഖലയാണ്. അവർക്ക് എന്തുകൊണ്ട് ഗ്യാസിന്റെ വില കൂടി അന്താരാഷ്ട്ര വിലയുടെ നിലനിർത്താം? എന്തുകൊണ്ട് അവർക്കത് 5% ആണെങ്കിലും ആദ്യം കുറച്ച് കൊടുക്കുക? അതെങ്കിലും കുറച്ച് കൊടുത്താൽ 10% കുറച്ച് കിട്ടി, 18%, 13% കുറച്ച് കിട്ടും. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളിൽ ഗവൺമെന്റ് ചെറുകിട വ്യാപാര മേഖല നിലനിർത്തുന്നതിന് ആവശ്യമായ കാര്യങ്ങൾ ചെയ്യണം. അതേപോലെ തന്നെ 2 വർഷം കോവിഡ് വന്നു, 6 മാസത്തെ ലോൺ മറുപടി വന്നു, ബാങ്കുകാർക്ക് ജപ്തി ചെയ്യണം. പല സ്ഥാപനങ്ങളും അങ്ങനെ നേരത്തിലില്ല, ജപ്തി നടപടി കാരണം തുറക്കാൻ പറ്റാത്ത സ്ഥാപനങ്ങൾ, അവർക്കൊക്കെ എന്തെങ്കിലും ഒന്ന് ചെയ്തു കൊടുക്കും. പെട്രോളിയം ഉൽപ്പന്നങ്ങളെ GST ഉൾപ്പെടുത്തുകയാണെങ്കിൽ നമുക്ക് ഏറ്റവും കൂടുതൽ എന്തുകൊണ്ടാണ് GST ഇവിടെ എന്താണ് എങ്ങനെ കൊണ്ടുവന്നത്?
ഒരൊറ്റ രാജ്യം ഒരൊറ്റ നികുതി എന്നാണ് എല്ലാവരും സ്ഥലീകരിച്ചു. ഇപ്പൊ ഒരൊറ്റ രാജ്യം നികുതി പലതാണ്. മദ്യത്തിന് വേറെ നികുതി, പെട്രോളിയത്തിന് വേറെ നികുതി. അപ്പൊ അതെല്ലാം മാറ്റിക്കൊണ്ട് ഒരൊറ്റ നികുതി ആക്കുകയാണെങ്കിൽ നമുക്ക് ഈ പ്രശ്നങ്ങളൊന്നും വരില്ല. ന്യായമായ ടാക്സ് പിരിക്കലാണ് നമ്മുടെ രാജ്യത്തേത്, അല്ലാണ്ട് ഉത്തരയുദ്ധമൊന്നും അല്ലല്ലോ. ബേസിക്കലായിട്ട് അതൊന്നുമല്ല. ടാക്സ് കൂടുതലായിട്ട് പിരിക്കുക, നമ്മുടെ സാധാരണക്കാരെ ചൂഷണം ചെയ്യുക. വലിയ വലിയ സ്ഥാപനങ്ങൾക്ക് അദാനി അംബാനി ലുലു പോലുള്ള വലിയ വലിയ സ്ഥാപനങ്ങൾക്ക് ചെയ്യുന്ന സഹായങ്ങൾ പോലും ഇവിടുത്തെ സാധാരണക്കാർക്ക് ചെയ്യുന്നില്ല. MSME എന്നൊരു നിയമം കൊടുക്കും. സർവീസ് സെക്ടറും പ്രൊഡക്ഷൻ സെക്ടറും ഒന്നാക്കിക്കൊണ്ട് കഴിഞ്ഞ ഈ കോവിഡ് സമയത്ത് കേന്ദ്രമായി കൊടുക്കുന്നതാണ്. അതായത് ജനങ്ങൾക്ക് ഉപകാരപ്രദമാവാൻ വേണ്ടിയിട്ട് പ്രൊഡക്ഷൻ സെക്ടറിലും സർവീസ് സെക്ടറിലും ഒന്നാക്കിക്കൊണ്ട് MSME കൊടുക്കും. പക്ഷേ അതിൻ്റെ ആനുകൂല്യം ഇതുവരെ ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല. ചോദിച്ച ഒരു മറുപടി 10 ലെറ്റർ അയച്ചു, 1 ലെറ്ററിന് മറുപടി ഇല്ല. എന്തൊരു നിയമവും ഇംപ്ലിമെന്റേഷൻ നടത്താൻ എന്താ പ്രയോജനം നോക്കും? ഒരു ബേക്കറിക്ക് 4 രൂപ വൈദ്യുതി ചാർജ് ഉള്ളപ്പോൾ റെസ്റ്റോറൻറ്റിന് 10 രൂപ 15 രൂപ വൈദ്യുതി ചാർജ്. അതുപോലെ തന്നെ ഓരോ കാര്യം നമുക്ക് പ്രൊഡക്ഷൻ സെക്ടറായിട്ട് ബേക്കറി ഉൾപ്പെടുത്തും, റെസ്റ്റോറൻറ്റ് ഉൾപ്പെടുത്തുന്നില്ല. അപ്പൊ എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു ലോൺ ഞങ്ങൾക്ക് കിട്ടുമ്പോൾ ആനുകൂല്യം കിട്ടില്ല. പ്രൊഡക്ഷൻ സെക്ടർ ഈ സർവീസ് സെക്ടർ ഒരാളുമില്ല. അവരെ MSME നമുക്ക് കണക്കൂട്ടാൻ പറ്റില്ല. ഞങ്ങളുടെ കൊടുത്ത് തന്നെ ഉണ്ട് അവര്. ആ ഒരു വേർതിരിവ് രണ്ടിടത്ത് ഉത്പാദനമാണ് നടക്കുന്നത്. കിച്ചണാണ് നടക്കുന്നത്, 2 കിച്ചണാണ്. പക്ഷെ ഒരിടത്ത് കിട്ടുന്ന ആനുകൂല്യം മറ്റവർക്ക് കിട്ടുന്നില്ല. അത് കഴിഞ്ഞിട്ട് വില കുറയ്ക്കാൻ പറയുമ്പോൾ ഗവൺമെന്റ് ചെയ്തു തരേണ്ട കാര്യങ്ങൾ ഞങ്ങൾക്ക് ചെയ്തു തന്നിട്ടുണ്ട്. ഞങ്ങളെ ഒരുമിച്ച് വിളിച്ചു കൂട്ടിയിട്ട് നമുക്ക് എങ്ങനെ ഇവിടുത്തെ ജനസമൂഹത്തിന് ഗുണകരമാക്കണം ഈ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യാം. ഒരു ഉപകാരം ചെയ്യാതെ ഒന്നും ചെയ്യാതെ നിങ്ങൾ കുറയ്ക്കുക, നിങ്ങളെല്ലാം കൂട്ടി കൊടുക്കുക, നിങ്ങൾ കുറയ്ക്കുക എന്ന് പറയുന്നതിന്റെ യുക്തിയാണ് നമുക്ക് മനസ്സിലാവും. വില കൂടുന്നത് സംഘടനയുടെ അജണ്ടയല്ല. നമ്മൾ ഒരിക്കലും വില കൂടുന്നതിനനുസരിച്ച് കൂട്ടാനോ വില കുറയുന്നതിനനുസരിച്ച് കുറയ്ക്കാനോ ആഹ്വാനം ചെയ്യാറില്ല. അത് നമുക്ക് സാധിക്കില്ല. ഇന്ന് തക്കാളിക്ക് 120 രൂപ സാമ്പാറിന് വില കൂട്ടാനോ ഊണിന് വില കൂട്ടാനോ പറ്റില്ലല്ലോ. ഈ ദിവസം അത് 20 രൂപയോ. പക്ഷെ നിരന്തരമായി ഇങ്ങനെ നിൽക്കുമ്പോൾ ഞങ്ങളെ സ്വന്തം പിടിച്ചു നിൽക്കാൻ പറ്റാറ്. ഈ മാളുകളുടെ ഹോട്ടൽ സ്ഥാപനങ്ങളുണ്ടല്ലോ, അത് നിങ്ങൾ ഇതിൽ അസോസിയേറ്റ് പെടുന്നില്ല? ഇടുന്നതാണ്. മാളുകളിലെ അധികം എടുത്തില്ലെങ്കിലും പുറത്തുള്ള സ്റ്റാഫ് ക്ലാസിഫിക്കേഷൻ ഞങ്ങൾ മാളില് കുറവാണ്. എടുക്കുന്നതിന് തടസ്സമൊന്നുമില്ല. പൊതുവെ അവരവിടെ വേറെ സെറ്റപ്പിലാണ് പോകുന്നത്. മാരിയറ്റ് അങ്ങനെയുള്ള സ്ഥാപനങ്ങളൊക്കെ കുറച്ചും കൂടി ഉള്ള അവരൊക്കെ നമ്മുടെ മെമ്പർഷിപ്പ് എടുക്കൽ കുറവാണ്. പാലകൾ എടുക്കുന്നുണ്ട്. ആളുകൾ പ്രത്യേക സെറ്റപ്പിലാണ് പോകുന്നത്. കണ്ടില്ലേ, അവർക്ക് 2 ദിവസം ഇവിടെ സമരം വന്നു. ഞങ്ങൾക്ക് തുറക്കാൻ പറ്റില്ല എന്ന് അവർക്ക് തുറക്കാം. ആ ഒരു സംവിധാനത്തോടൊക്കെയാണ് നമുക്ക് കുറച്ച് എതിർപ്പുള്ളത്. ഇത് സംവിധാനം ഏർപ്പെടുത്തി പിന്നെ വലിയ ചെറിയ വ്യത്യാസമില്ലാതെ എല്ലാവർക്കും ഒരേ സംവിധാനമായിരിക്കണം റേഡിയോകളിൽ ആഹ്വാനം ചെയ്യുകയും ചെയ്യും. അത് മാളുകൾ ഒഴിവാക്കുന്ന ഒരു നല്ല സംവിധാനമാണ്.